ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിനീത ജോയ് ഫാമിലി വ്ളോഗ്സ്. ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ചാള മീനാണ് ഗൈസ് ഇന്ന് കിട്ടിയത്. ചാള മീൻ നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലിൽ നല്ല വറുത്തരച്ച്, അതും അമ്മിക്കല്ലയിൽ അരച്ച് വെക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് 50 രൂപയുടെ ചാള മീനാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ചിലയിടങ്ങളിൽ മത്തി എന്നൊക്കെ പറയും, ഞങ്ങളുടെ ഇവിടെ ചാളയെന്ന് പറയും കേട്ടോ, മത്തി ചാള. അപ്പോൾ 50 രൂപയുടെ ചാളയാണ് ഇത്. നല്ലതുപോലെ കഴുകിയെടുക്കണം, ഇച്ചിരി പാടുണ്ട് ഗൈസ്. അപ്പോൾ കണ്ടില്ല, ഞാൻ നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് സെറ്റാക്കി കൊണ്ടുവന്നേക്കണം കേട്ടോ. ഇനി നമുക്കിതിന് അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ എടുക്കാം. ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള, ചിരകി എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്കിതിലോട്ട് പുളിയുടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വാളംപുളിയാണ് ഞാൻ യൂസ് ചെയ്തേക്കണം. വാളംപുളി നമുക്ക് ആവശ്യത്തിനുള്ളത് വെള്ളത്തിൽ കുതിരാനിട്ട് വെക്കാം കേട്ടോ. കുടംപുളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ പിന്നെ തിരുവനന്തപുരത്തൊക്കെ വാളംപുളിയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. പിന്നെ നമുക്കൊരു 7-8 ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 നമ്മുടെ വെളുത്തുള്ളി അല്ലി കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങ വറുത്തരയ്ക്കുന്നത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ വറുക്കാനായി തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ തീരെ അങ്ങ് കരിഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല ഗേസ്. നല്ല കളർ അങ്ങനെ മാറണമെന്നൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊക്കെ ഒന്ന് കളറൊന്ന് മാറിയാൽ മതിയേ. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിക്കി വറുത്തെടുക്കാം കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയാണ് ഗൈസ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ട് സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. 2-3 ദിവസം കൊണ്ട് ഇവിടെ ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര കാറ്റും ചൂടും ഒക്കെ ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇന്ന് അത്യാവശ്യം നല്ലതുപോലെ തന്നെ മഴയുണ്ട് കേട്ടോ. രാവിലെ മുതൽ തന്നെ നല്ല മഴയാണ് കേട്ടോ. ഒന്നുപോലെ തന്നെ പെയ്തുകൊണ്ട് നിൽക്കുവാന്ന്. ഞാൻ ഈ കുക്കിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഇവിടെ മഴയാണ് കേട്ടോ. പുറത്ത് നല്ല മഴയും പിന്നെ കറണ്ടും ഇടയ്ക്കിടയ്ക്ക് പണി തന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. കറണ്ട് പോകുന്നു വരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ തേങ്ങ ഒരുവിധം കളറൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടു തരുന്ന സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് കേട്ടോ. നിങ്ങൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ തന്നെ ഉണ്ടാവണം. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പോൾ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നപ്പോഴത്തേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി ഒന്ന് ആഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ മീൻകറി വെക്കുമ്പോൾ എന്തൊക്കെയാണ് ഇടാറ് അതെല്ലാം നമ്മളൊന്ന് വറുത്തെടുത്തിട്ട് അരച്ചെടുക്കുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ ഇതിൽ ഒരു വ്യത്യാസം. അടുത്ത് നമ്മളെടുത്ത് വെച്ചേക്കണം നമ്മുടെ ചെറിയ ഉള്ളിയും ഇഞ്ചി കഷ്ണവും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഇതിലോട്ടിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒപ്പം നമുക്ക് വറ്റൽമുളകൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടെ ഒന്ന് ആഡാക്കി കൊടുക്കാം കേട്ടോ. അപ്പം വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി ചേർത്താൽ മതിയേ. പിന്നെ ഇത് നമ്മുടെ മെയിൻ ഐറ്റമാണ് കേട്ടോ. നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഉലുവയാണ് കേട്ടോ. പച്ച ഉലുവയാണ്. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് നമുക്ക് ആഡാക്കി കൊടുക്കട്ടോ. മുളക് പൊടി കണ്ടില്ല, കളറൊക്കെ ഒന്ന് ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിച്ച് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഒരു കയ്പ്പ് ചൊവയായിരിക്കും കേട്ടോ. അടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മളിത് തണുക്കാനായിട്ട്, ഇനി നമുക്ക് ഇതായിട്ടുണ്ട് കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ അമ്മിക്കല്ലിൽ അരച്ചാണ് മീൻ കറി വയ്ക്കുന്ന കേസ്. കറണ്ട് ഒന്നും അതില്ല കേട്ടോ. അതാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് ഞാൻ മുതിർന്നത്. അപ്പോൾ അമ്മിക്കല്ലൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. കുറേ ആയി കേട്ടോ ഇതിൽ അരച്ചിട്ട്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേസ്. പിന്നെ ഇവിടെ വെച്ചൊക്കെ നമുക്ക് സ്വയം തന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേസ്. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് മീൻ കറിയൊക്കെ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിടുക്കാച്ച ടേസ്റ്റാണ്. നമ്മളെന്നും പച്ചയ്ക്ക് തേങ്ങയൊക്കെ അരച്ച് വെക്കുന്നതിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെയൊക്കെ ഒന്ന് മാറ്റിയൊക്കെ കറി വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ. വീട്ടിലിവിടെ എല്ലാവർക്കും ഇഷ്ടമായി ഇങ്ങനെ കറി വെച്ചപ്പോഴത്തേക്ക്. അപ്പോൾ ഞാനിങ്ങനെ തേങ്ങയൊക്കെ അരച്ചെടുക്കുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ മീൻ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. എന്താ വെച്ചാൽ നമ്മൾ മിക്സിയിലൊക്കെ അരയ്ക്കുന്നതിനെക്കാട്ടിലും ഭയങ്കര ടേസ്റ്റും സൂപ്പർ കിടുവാണ് കേട്ടോ. നമ്മുടെ അമ്മിക്കല്ലിലൊക്കെ അരച്ചെടുത്ത് വെക്കുന്ന എല്ലാ കറികൾക്കും, മീൻ കറി മാത്രമല്ല ഏത് കറിയായാലും നമ്മൾ പണ്ടൊക്കെ നമ്മുടെ അമ്മമ്മമാരുടെയൊക്കെ കാലത്ത് ഇതുപോലെ അമ്മിക്കല്ലിലൊക്കെ അരച്ച് വെക്കുന്ന കറികൾക്കൊക്കെ ഭയങ്കര സ്വാദും ആയിരിക്കുമല്ലേ. അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ ഇന്ന് ഇതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മിക്കല്ലിൽ അരച്ചെടുത്തൊരു സൂപ്പർ മീൻ കറി
അങ്ങനെ ഇത് അടിപൊളിയായിട്ട് ഞാനിത് അരച്ചരച്ച് ഗൈസ് അത് നിങ്ങൾ കാണണം കേട്ടോ. ഞാനിതൊക്കെ അരച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ കറണ്ട് വന്നു ഗൈസ്. എനിക്ക് എട്ടിൻ്റെ പണിയും മുട്ടൻ പണിയൊക്കെ തന്ന പോയി കറണ്ടാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ മീൻ കറി കിടുക്കി തിമിർത്തു സൂപ്പറായി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ അമ്മിക്കല്ലിൽ അരച്ച് മീൻ കറിയൊക്കെ വെക്കണം ഗൈസ്. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്നതിൻ്റെയും കല്ലിൽ അരച്ച് വെക്കുന്നതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതേ ഞാനങ്ങനെ അരച്ച് ഒരു പരുവമായിട്ട് എല്ലാ വേദനയൊക്കെ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയാണ് ഗൈസ് നിങ്ങളുടെ വിശേഷങ്ങൾ? ഈ സമയത്തൊക്കെ നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുവാന്ന് കേട്ടോ. നല്ല മഴയാണ് പുറത്ത്, മഴയോട് മഴയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു വിധമൊക്കെ ഞാനിങ്ങനെ അരച്ചൊപ്പിച്ചെടുത്തു ഗൈസ്. നമുക്കിനി ഇതിനൊന്ന് വാരിയെടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ നമ്മുടെ അമ്മൂമ്മയൊക്കെ ചെയ്യുന്നതേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ എടുക്കുന്നത്, ഇങ്ങനെയൊക്കെ വെച്ചിട്ട്. എന്നാലും ഞാൻ എല്ലാ സംഭവം സെറ്റായിട്ട് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേസ്. അപ്പോൾ എല്ലാം ഇങ്ങനെ കല്ലുമ്മേലുള്ളതെല്ലാം ഇളക്കി എടുത്തിങ്ങനെ വയ്ക്കാം കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ ഒരിടത്താക്കിയിട്ട് നമുക്കിങ്ങനെ വാരിയെടുക്കാം. പിന്നെ എന്നിട്ട് ഇനി ഇതൊക്കെ കഴുകുന്നതൊക്കെ ഇച്ചിരി പാടാണ് കേസ്, ഇത്തിരി പണിയുള്ള പണിയാണ് കേട്ടോ. അതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. നമുക്ക് മീൻകറി വെക്കുന്നതല്ലേ ഇപ്പം അത്യാവശ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ അരച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് നമ്മുടെ മീൻ കറി വയ്ക്കാൻ തുടങ്ങാം. കണ്ടില്ല ഗൈസ്, അടിപൊളിയായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കഴുകി വെച്ചേക്കണ മീനിലോട്ട് നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നേക്കണം നമ്മുടെ വറുത്തരച്ച അരപ്പ് ചേർത്ത് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കുതിരാനിട്ടിരുന്ന പുളിയിലുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുളിവെള്ളം ഒഴിച്ച് ഈ സമയത്ത് നമുക്ക് തക്കാളിയോ പച്ചമുളകോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു കുഞ്ഞ് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് തക്കാളിയും ഒരു 2 പച്ചമുളകും അരിഞ്ഞിട്ടെടുക്കുന്നുണ്ട്. ഉപ്പിടാൻ മറന്നു പോരുത് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കുരുമുളകാണ് കേട്ടോ. ഇങ്ങനെ വറുത്തരച്ച് വെക്കുന്ന കറികൾക്കൊക്കെ കുരുമുളക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളകും മുളക് പൊടിയും എല്ലാം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് അതൊക്കെ. അതാണ് ഞാൻ അതിനൊന്നും ഒരു അളവ് പറയാത്തത്. അപ്പോൾ നല്ല മീൻ കറി നമ്മൾ തിളച്ചിട്ടുണ്ട് ഗേസ്. ഒന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നല്ല തിളച്ച് വരുമ്പോൾ നല്ല സൂപ്പർ ഒരു സ്മെല്ല് വരും കേട്ടോ. സ്മെല്ല് തന്നെ കിടുക്കാച്ചിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഗേസ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോരുത് കേട്ടോ. നല്ല സൂപ്പർ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. അപ്പം നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ വറുത്തരച്ച എൻ്റെ സ്റ്റൈലിലുള്ള കറി വേണം എന്ന് വേണം പറയാം കേട്ടോ. പലയിടങ്ങളിലും പല രീതിക്കായിരിക്കും വെക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മാറ്റിയൊക്കെ ഒന്ന് വെച്ച് നോക്കണം. എന്നും നമ്മൾ പച്ചയ്ക്ക് അരച്ച് വെക്കുമ്പോഴേ നമുക്ക് മീൻ കറിയുടെ അടുത്ത് ഒരു ഇഷ്ടക്കുറവുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നി പെട്ടെന്ന് ഇച്ചിരി കപ്പ കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാമെന്ന്. അപ്പോൾ സൺഡേ വാങ്ങിച്ച കപ്പ കുറച്ച് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നുണ്ട്. അപ്പോൾ അതുകൂടെ എടുത്ത് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. പോരാത്തതിന് മഴയും അപ്പോൾ ഇതേ നമ്മുടെ മീൻ കറി അടിപൊളിയായിട്ട് തിളച്ച് പാകമായി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ കപ്പയും വെന്ത് റെഡിയായി ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ഉടച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉടച്ചെടുക്കുകയാണ്. ഉടച്ചിട്ട് നന്നായിട്ട് വേവുന്ന നല്ല സൂപ്പർ കിട്ടില്ലം കപ്പയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോഴത്തേക്ക് നമ്മുടെ പുള്ളിക്കാരന് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ ജോയ് ചായൻ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്ത് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. മഴയും കിടിലൻ കപ്പയും നല്ല വറുത്തരച്ച ചാളമീൻ കറിയും. ആഹാ കിടു പോളി മക്കളെ. ഇതൊക്കെ ഒന്ന് വേറെ വൈബാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. കണ്ടില്ലേ നമ്മുടെ മീൻ കറിയുടെ ഒരു പവറും ഗും. ഓക്കെ ഗായ്സ്, ബൈ ബൈ. ലവ് യു ഓൾ.